നീ എന്ത് പണിയായി കാണിച്ചത്? നിനക്ക് എക്സാമിന് പോകുമ്പോ എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യായിരുന്നല്ലോ. വെയിലും കൊണ്ട് അത്ര ദൂരം നടന്നിട്ടല്ലേ ഇങ്ങനെ തലയും കറങ്ങി വീഴേണ്ടി വന്നത്. ചന്തു പതുക്കെ. എന്തിനാ നിനക്ക് ഇത്ര വെപ്രാളം? നിന്നെ ആരെങ്കിലും വിളിച്ചോ ഇവിടെ? എന്തിനാ മേഡം നിങ്ങൾ ഇവളുടെ പിന്നാലെ നടന്ന് ഇവളുടെ ലൈഫ് ഇങ്ങനെ ഇല്ലാണ്ടാക്കുന്നത്? അവൾ എത്ര ആഗ്രഹിച്ചാന്നറിയോ ഒരു ഡോക്ടർ ആവാൻ? മതി, കുറച്ച് നേരമായിട്ട് കാണുന്നുണ്ടല്ലോ നിന്റെ പ്രകടനം. നീ അവളുടെ ഗാർഡിയനൊന്നും അല്ലല്ലോ ഇങ്ങനെ സിമ്പതി കാണിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും. അല്ലെങ്കിലും നിന്നെ പറഞ്ഞ മതിയല്ലോ. ഒടുവിൽ പരീക്ഷ എഴുതാൻ പറ്റാതായി. എന്ന് നീ ഈ ജന്മങ്ങളെ ഒഴിവാക്കുന്നോ അന്നേ നിന്റെ പ്രശ്നം തീരൂ. വിസ്മയ, നടക്ക്. വെറുതെ മെനക്കെടുത്താൻ ഓരോ നിങ്ങൾ വന്നോളൂ. അങ്ങനെ അങ്ങ് പോയാലോ? വിസ്മയെ ഞാൻ കൊണ്ടാക്കിക്കോളാം. നിങ്ങൾ ആരും കൂടെ വരണമെന്നില്ല. വാടി പോവാം. വാ ചന്തു. പരീക്ഷ എഴുതലും എഴുതാതിരിക്കലും ഒക്കെ എന്റെ ഇഷ്ടം. നീ ആരാത് ചോദിക്കാൻ? നിന്റെ ചെലവിലാണോ ഞാൻ മെഡിസിന് പഠിക്കുന്നേ? സൗഹൃദം സൗഹൃദത്തിൽ ഒതുങ്ങണം. അതിനപ്പുറമുള്ള അധികാരമൊന്നും നീ എന്നോട് എടുക്കണ്ട, മനസ്സിലായോ? അല്ലെങ്കിൽ തന്നെ ഞാൻ പരീക്ഷ എഴുതിയോ വേറെന്തെങ്കിലും ചെയ്തോ എന്ന് നീ അന്വേഷിക്കുന്ന എന്തിനാ? നീ ആരാ അതിന്? എന്റെ അമ്മാവനോ, ഏട്ടനോ, അതോ കാമുകനോ? ദേ, ഇനി മേലാൽ എന്റെ ഒരു കാര്യത്തിലും എന്റെ അനുവാദം ഇല്ലാതെ നീ തലയിടരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. എനിക്കിവിടെ അല്ലാതെ തന്നെ 100 പ്രശ്നങ്ങളുണ്ട്. അതിനിടയിലാ ഓരോരോ അവതാരങ്ങള്. നിന്റെ ആ അവകാശവും അധികാരവും ഒക്കെ അങ്ങ് വീട്ടിൽ മതിയെന്നാ ഞാൻ പറഞ്ഞത്. ഇവിടെ നടപ്പില്ലത്. എന്താടി ഇന്നു പതിവില്ലാത്തൊരു കാത്തുനിപ്പ്? കൊറേ നേരം ആയല്ലോ. കൂട്ടുകാരാരുമായിട്ട് ശണ്ട കൂടിയതാ, അതിന്റെ ഗൗരവമാ മുഖത്ത്. ദേ മുത്തശ്ശ, ഞാനാകെ പ്രാന്ത് പിടിച്ച് നിൽക്കുക. എന്നെ കൊണ്ട് കൂടുതൽ വേറെ പറയിപ്പിക്കരുത്. അത് തന്നെയാ. ആരുടെയോ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയിട്ടുണ്ട്. ഇനി അതാർക്കെങ്കിലും കൊടുക്കണം. അതുവരെ ഈ കത്തിവേഷം കാണും. പുറത്താരെങ്കിലും എന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1ന് 10 തിരിച്ചു കൊടുക്കാൻ എനിക്കറിയാം. അതിനാരുടെ ശുപാർശ എനിക്ക് വേണ്ട. ഇത് കുടുംബത്തുള്ളവരായി പോയി. ടെക്സ്റ്റൈൽസിന്റെ പൂട്ടും താക്കലും അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുകയല്ലേ. ഞാൻ അവിടെ ചെന്ന് അത്യാവശ്യത്തിന് ഒരു 10 100 ക്യാഷ് എടുത്തപ്പോ എന്നെ അപമാനിച്ച് പറഞ്ഞു വിട്ടു. ഇന്നിങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ ആരാണെന്ന്. പിന്നെ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നമ്മൾ പറഞ്ഞിട്ടാ രോഹിണി കടയുടെ ചുമതല ഏറ്റെടുത്തത്, കേട്ടല്ലോ? എന്താ നിങ്ങൾ പറഞ്ഞത്? അവകാശം അധികാരം ഒക്കെ അങ്ങ് വീട്ടിലാണെന്നല്ലേ? ആ അധികാരം വെച്ച് ചോദിക്കാൻ തന്നെയാ ഞാൻ നിങ്ങളെ കാത്തു നിന്നത്. നോക്ക് വീണേ, ഞാനില്ലാത്തപ്പോ ഷോപ്പിൽ പോയി നീ നിന്റെ അധികാരം കാണിച്ച് കാശെടുത്ത ആ സ്റ്റാഫൊക്കെ എന്ത് വിചാരിക്കും? ഒരു സ്ഥാപനത്തിന് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളില്ലേ? അതുകൊണ്ട് തന്നെയാ അവകാശവും അധികാരവും ഒക്കെ വീട്ടിൽ മതിയെന്ന് പറഞ്ഞത്. അത് തന്നെയാ ഞാനും പറഞ്ഞത്.